നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ടീമിനെ ഉപയോഗിച്ച് പരമാവധി ആളുകളുടെ മുന്നിൽ മിടുക്കന്മാരാവാനുള്ള ശ്രമത്തിലാണ്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും ഈ സോഷ്യൽ മീഡിയ ഇത്രയധികം ഫലപ്രദമായി ഉപയോഗിക്കാനായി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ രംഗത്തിറങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ച പാർട്ടി BJP ആണ്. പിന്നീട് CPM, ഏറ്റവും ഒടുവിലായി കോൺഗ്രസുമാണ് ഈ സംവിധാനങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇതിനായി ഇവർ ഒരുക്കുന്ന പല നാടകങ്ങളും വൻ പരാജയങ്ങളായി മാറുന്നു എന്നുള്ളതാണ് വാസ്തവം. ആദ്യമായി ഈ എക്സർസൈസുമായി രംഗത്തിറങ്ങിയത് CPM ആയിരുന്നു. ഭവന സന്ദർശനമായിരുന്നു ഇവരുടെ പരിപാടി. നേതാക്കന്മാരും അനുയായികളും ഒക്കെ ഓരോ വീടുകളിലും എത്തി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് എങ്ങനെയെന്നുള്ള ഒരു കുറിപ്പ് പോലും പാർട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് ആളോടത്ത് പെരുമാറാൻ. അവർ ഇങ്ങോട്ട് പ്രകോപനം ഉണ്ടാക്കിയാലും തിരികെ ദേഷ്യപ്പെടരുത്, അവരുടെ വീട്ടിനുള്ളിൽ കയറി ഇരുന്ന് സംസാരിക്കണം, അവർ പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം, തർക്കിക്കാൻ നിൽക്കരുത്, സ്നേഹത്തോടെ വേണം പെരുമാറാൻ തുടങ്ങി ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ കൊടുത്താണ് അന്ന് ഈ അണികളെ അയച്ചിരുന്നത്. ഏതായാലും ഈ വീടുകളിലെത്തിയ പാർട്ടി നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ ചോദ്യത്തിന് മുന്നിൽ പലർക്കും ഉത്തരം മുട്ടി എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ പരിപാടി തീർത്തും വിജയമായിരുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയാത്തൊരവസ്ഥയിലായി CPMൻ്റെ നേതാക്കൾ, അണികൾ പറയുന്നത് ഈ പരിപാടി ഒരു വൻ പരാജയം തന്നെയായി മാറിയെന്നാണ്. കാരണം വീടുകളിലെത്തുമ്പോൾ ആളുകൾ ചോദ്യം ചോദിക്കുമ്പോൾ തങ്ങൾക്ക് ഉത്തരമില്ല. പ്രധാനമായും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ആളുകൾ വളരെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം പറയുക എന്നുള്ളത് സാധാരണക്കാരെ അണികളെ സംബന്ധിച്ചിടത്തോളം സൈദ്ധാന്തിക ഭാഷ കൈവശമില്ലാത്ത അവർക്ക് അതിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഇതിൽ വളരെ രസകരമായ സംഭവം ഉണ്ടായത് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറിയായ MA ബേബി ഒരു വീട്ടിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ പാത്രം കഴുകി വെച്ച സംഭവം വലിയ തോതിൽ തമാശയോ വിവാദമൊക്കെയായി മാറിയിരുന്നു. MA ബേബി അദ്ദേഹം ഭക്ഷണം കഴിച്ച പാത്രം കഴുകി വെച്ചത് ശരിക്കും പറഞ്ഞാൽ അത് നല്ല കാര്യമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. ഒരാളിൻ്റെ വ്യക്തിപരമായ കാര്യമാണത്. നമ്മളിൽ പലരും മറ്റു വീടുകളിൽ പോയാൽ പോലും സ്വന്തം പാത്രം കഴുകി വയ്ക്കുന്ന ശീലമുള്ളവർ തന്നെയാണ്. ഏതായാലും അതിനെ നല്ല രീതിയിൽ കാണുന്നതിന് പകരം CPM പ്രവർത്തകർ ഇതിനെ വ്യാപകമായ തോതിൽ അവരുടെ വർക്കിന് വേണ്ടി ഉപയോഗിക്കുകയും ഒടുവിൽ MA ബേബി ചെയ്ത ഈ ഒരു നല്ല കാര്യം അപഹാസ്യമായി മാറുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്ത് ട്രോളർമാർക്ക് ഇതിൽ പരം നല്ലൊരു വിഭവം കിട്ടാനുമില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ വെളുക്കാൻ തെറ്റത് പാണ്ടായി എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയിലാണ് MA ബേബിയുടെ ഈ ഒരു പാത്രം കഴുകലൊടുവിൽ മാറേണ്ടി വന്നത്. ഭവന സന്ദർശനം എന്ന് പറഞ്ഞ് പൂർണ്ണമായും പരാജയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസും അവരുടെ പരിപാടിയുടെ ഭാഗമായി ഭവന സന്ദർശനത്തിനായി ഒരുങ്ങുന്നത്. ഈ മാസം 20 മുതൽ 28 വരെ പാർട്ടി അണികളും നേതാക്കളും എല്ലാം വീടുകൾ സന്ദർശിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ ലഘുലേഖകൾ നൽകുന്നു. ഇവർ കേരളത്തോട് കാട്ടുന്ന ക്രൂരതയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഴിമതിയും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയൊക്കെ തന്നെ തുറന്നു കാട്ടാനാണ് ഇത്തരത്തിലുള്ള ഈ ഭവന സന്ദർശനം ആരംഭിക്കാൻ പോകുന്നത്. ഏതായാലും ഭവന സന്ദർശനം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ CPMൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയാണ് വന്നതെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് ആദ്യം കളത്തിലിറക്കിയത് AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലിനെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വീട്ടിലെത്തി കപ്പ ഒഴുകുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഏതായാലും വീടുകളിലെത്തി സ്ത്രീകളോട് അവരോട് ചോദിച്ചാൽ മാത്രമേ വീടിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് നേതൃത്വം ഇതിനോട് വിശദീകരിച്ചത്. അപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും എല്ലാം ഇത്തരത്തിൽ വീട് കയറി തങ്ങളുടെ പ്രചരണങ്ങൾ ആരംഭിക്കുമ്പോൾ ഇനി BJP നേതാക്കന്മാരും ഇറങ്ങാൻ നിർബന്ധരാണ്. അവരും വീടുകൾ തോറും കയറി ഇറങ്ങി നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളും അതുപോലെ കേരളത്തിലെ CPM ഭരണത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ തന്നെ ചർച്ചാ വിഷയമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും മുമ്പ് ബന്ധത്തെക്കാളും സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം ഈ മൂന്ന് മുന്നണികൾക്ക് ഒരുപോലെ ഗുണവും ദോഷകരവുമായി മാറുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വിചിത്രമായൊരു കാര്യം. തങ്ങളുടെ നേട്ടങ്ങൾ പലപ്പോഴും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എല്ലാ പ്രാവശ്യവും കൃത്യമായും അത് ഫലപ്രദമായി വിജയിക്കണമെന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ ചെയ്ത എത്രയോ നല്ല കാര്യങ്ങൾ അത് സാധാരണക്കാർ ജനങ്ങൾക്ക് ഒരിക്കലും അറിയാതെ പോയത് അത് കോൺഗ്രസ് പ്രവർത്തകർ അത് നാട്ടുകാർക്കിടയിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് ആർക്കാണ് അറിയാത്തത്. അതുപോലെ തന്നെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാര്യം. നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്തെ അധസ്ഥിതരായ ജനങ്ങൾക്ക് വേണ്ടി, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയൊക്കെ എത്ര പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് പലതും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾക്ക് അറിയുമോ എന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത് BJP പ്രവർത്തകർ വീടാന്തരം കയറി ഇറങ്ങി അല്ലെങ്കിൽ പൊതുവേദികളിലൊക്കെ വെച്ച് തന്നെ എന്തൊക്കെ പദ്ധതികളാണ് ഈ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത് എന്നുള്ളത് പോലും പരസ്യമായി പ്രഖ്യാപിക്കാത്തത് അവർക്ക് വലിയൊരു തടസ്സമായി മാറിയിരുന്നു. CPM നേതാക്കൾ തങ്ങളുടെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പോലും ജനങ്ങളിപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. മാത്രമല്ല, പലപ്പോഴും CPM നേതാക്കൾ പലരും ഈ സൈദ്ധാന്തികമായ ഭാഷയിൽ സംസാരിക്കുന്നത് കാരണം ആർക്കൊന്നും മനസ്സിലാകാറില്ല എന്ന് മാത്രമല്ല ഇവരുടെ വാക്കുകളൊക്കെ തന്നെ പിന്നീട് തമാശയായി മാറുകയും ഇവരിൽ പലരും കോമഡി കഥാപാത്രങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയുമുണ്ട്. ഇതിൽ നിന്നൊക്കെ എങ്ങനെയാണ് അവർക്കൊന്ന് മാറി നിൽക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അതിന് പണ്ടകാലത്ത് ഹിറ്റ്ലറിൻ്റെ ഉപദേഷ്ടാവായിരുന്ന ഗീബൽസിനെ ഇവർ പലപ്പോഴും കളിയാക്കുമായിരുന്നു. കാരണം ഗീബൽസാണ് പല കുതന്ത്രങ്ങളും ആവിഷ്കരിച്ച് ജനങ്ങൾക്കിടയിൽ ഹിറ്റ്ലറെക്കുറിച്ചുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ പല കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ
നമ്മുടെ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെ ഈ ഗീബൽസിൻ്റെ പാതയാണ് പിന്തുടരുന്നത് സംശയിക്കത്തക്ക രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും കാണാറുള്ള ഇവരുടെ പല പോസ്റ്റുകളും നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതായാലും തിരഞ്ഞെടുപ്പ് അടുത്ത സ്ഥിതിക്ക് ഇനിയും നമ്മൾ ഇതുപോലെ ഒരുപാട് കപ്പ വിഴുങ്ങലും പാത്രം കഴുകലും ഒക്കെ കാണേണ്ടി വരുമോ എന്നാണ് സംശയിക്കുന്നത്. BJP നേതാക്കന്മാർ കൂടി കളത്തിലിറങ്ങുന്നതോടെ ഇനി എന്തൊക്കെയാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ടർമാർ കാണാനിരിക്കുന്നതെന്ന് ദൈവത്തിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ.